ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അധികം ആരും ഉണ്ടാക്കി കണ്ടില്ലാത്ത ഒരു ചമ്മന്തിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ, മന്തിയുടെ കൂടെ, അതല്ലാതെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? വരും, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു 11 വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ മുളകൊന്ന് വീർത്ത് വരും. കൂടാതെ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. മുഴുവൻ മുളകും ഞാനൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളിയാണ്. കൂടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ശേഷം ഇതെല്ലാം ഒന്ന് ചൂടാറാനായിട്ട് വെക്കണേ. ഇപ്പോൾ എല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. ഒരച്ച് ശർക്കരയുടെ ഒരു 1/4 ഭാഗത്തോളം ഇതിലോട്ട് ചേർക്കാം. കൂടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുരു കളഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് തന്നെ ചേർക്കണേ. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരഞ്ഞ് കിട്ടിയാൽ മതി. നല്ല കുരുവെല്ലാം അരഞ്ഞ് നല്ല ഫൈനായിട്ട് കിട്ടണമെന്നില്ല. ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ മുളകൊക്കെ വറുത്തെടുത്തില്ലേ, ആ എണ്ണയാണ്. ഈ എണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. കൂടെ ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇത്. ചമ്മന്തി എന്നോ അച്ചാറെന്നോ ഒക്കെ വിളിക്കാം. ഒരുപാട് കാലം കേടാവാതെയും ഇത് സൂക്ഷിക്കാം. ആക്ച്വലി ഇത് കോട്ടയ്ക്കലുള്ള അൽറീം മന്തിയുടെ കൂടെ സൈഡായിട്ട് കൊടുക്കുന്നതാണ്. വേറെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല. അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ നമ്മൾ ലെമൺ ഡേറ്റ്സ് പിക്കിളൊക്കെ കഴിക്കില്ലേ, അതല്ലാതെ മധുര അച്ചാറൊക്കെ കഴിക്കുമല്ലോ, മുന്തിരിയൊക്കെ ഇട്ട, അതിന് പകരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാം. കൂടാതെ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരുടെയും വീട്ടിലുള്ള ചേരുവകൾ മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്